ശ്രീനിവാസനോടൊപ്പമാണ് ഞാൻ ആദ്യം തിരശ്ശീല പങ്കിട്ടത് എന്ന് പറയുമ്പോൾ ജനം ഞെട്ടും. അത് ഇപ്പോഴൊന്നുമല്ല, 1978-കളിലാണ്. പി എ ബക്കർ എന്നൊരു സംവിധായകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഘഗാനം, എം സുകുമാരൻ്റെ കഥയാണ് സംഘഗാനം. വളരെ പ്രശസ്തമായ ഒരു കഥയാണ്. എം സുകുമാരൻ അറിയപ്പെടുന്ന ഒരു നക്സലൈറ്റ് എഴുത്തുകാരനായിട്ടാണ് കണക്കാക്കി പോന്നിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പല കഥകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഗൗതമനെ തേടിപ്പോകുന്ന ഒരു തൊഴിൽ രഹിതനായ ഒരു ചെറുപ്പക്കാരനാണ് ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രം. അതാണ് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ശ്രീനേട്ടൻ അതിന് മുമ്പ് അഭിനയിച്ചത് ബക്കറിൻ്റെ തന്നെ മണിമുഴക്കം എന്നുള്ളൊരു സിനിമയിലാണ്. അതിൽ ഒരു അനാഥ മന്ദിരത്തിൽ ജീവിക്കുന്ന ഒരു പയ്യൻ, കുറച്ച് മുതിർന്ന പയ്യൻ, അവൻ കുരുത്തക്കെട്ട പയ്യനാണ്. അവൻ ഇങ്ങനെ കണ്ടുണ്ടോ പടം? എനിക്ക് ഓർക്കുന്നുണ്ട്. അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവറിൽ കുറച്ച് ബീഡി ഒളിപ്പിച്ചിട്ട് കയറ് കെട്ടിയിട്ട് കല്ല് കെട്ടിയിട്ട് ഒരു വെള്ളത്തിലിട്ട് ആ വെള്ളത്തിലിട്ട് വെക്കും. പിന്നെ രഹസ്യമായിട്ട് എടുത്ത് വലിക്കും, അടുത്തുള്ളവന് വലിക്കാൻ കൊടുക്കും. അങ്ങനൊരു കുരുത്തക്കെട്ട കഥാപാത്രമാണ്. രണ്ടാമത്തെ പടമാണിത്. അപ്പോൾ ആ പടം കണ്ടപ്പോൾ നമ്മൾ ഇയാൾ നോക്കിയത് തിരക്കില്ലല്ലോ. കാരണം മലയാള സിനിമയ്ക്ക് പറ്റാത്തൊരു രൂപം, പ്രേം നസീറിൻ്റെയും ഒക്കെ കാലമാണല്ലോ. അത് ഗ്ലാമറൊന്നുമില്ല, പക്ഷേ ഇയാൾ തിരക്കേടില്ലാത്തൊരു തോന്നൽ.